വൈദ്യുതി നിരക്കിലുള്ള ആരോപണങ്ങൾ അതിങ്ങനെ തുടരുകയാണ്. രമേശ് ചെന്നിത്തലയാണ് പുതിയ ആരോപണവുമായി രംഗത്ത് വരുന്നത്. കഴിഞ്ഞ ദിവസവും ഇതേ വിഷയത്തിൽ അദാനിയെ സഹായിക്കാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചു എന്നൊരു ആരോപണം രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ കാർബറാണ്ടം കമ്പനിയെ സഹായിക്കാനായി സർക്കാരിന്റെ കള്ളക്കളി എന്നാണ് രമേശ് ചെന്നിത്തല ഇന്ന് ആരോപിക്കുന്നത്. ചട്ടവിരുദ്ധമായി കരാർ നീട്ടാൻ സർക്കാർ നീക്കം എന്നാണ് ആരോപണം. ഗവൺമെന്റ് 21 ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്ത് ഡിസംബർ 30 ഈ കാർബറാണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പിന്റെ മണിയാറിലെ വൈദ്യുതി പ്രോജക്റ്റ് കേരള ഗവൺമെന്റിലേക്ക് ഏറ്റെടുക്കേണ്ടതാണ്. 30 വർഷത്തെ BOT അടിസ്ഥാനത്തിൽ കേരള ഗവൺമെന്റുമായി കരാറൊപ്പിട്ട കാർബറാണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പിന് ഇനിയും 25 വർഷം കൂടി നീട്ടി നൽകാനുള്ള നീക്കമാണ് ഭരണത്തിന്റെ ഇടനാഴികളിൽ നടക്കുന്നത്. ഇതൊരിക്കലും ജനതാൽപര്യത്തിന് ഗുണകരമല്ല, കേരളത്തെ താല്പര്യത്തിന് ഗുണകരമല്ല. ഇതൊന്ന് നീട്ടിക്കൊടുത്താൽ കേരളത്തിലെ എല്ലാ BOT പദ്ധതികളും ഇതുപോലെ നീട്ടേണ്ടി വരും. അതുകൊണ്ട് സ്വകാര്യ വൈദ്യുത ഉൽപാദന കമ്പനിയായ കാർബറാണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പിനെ സഹായിക്കാൻ, മുരുകേശൻ ഗ്രൂപ്പിനെ സഹായിക്കാൻ ബോധപൂർവമായ നീക്കം നടക്കുന്നു. ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ബാലഗോപാൽ, ഇവിടെ ഒരു ഭാഗത്ത് പ്രതിഷേധങ്ങൾ ഇങ്ങനെ തുടരുകയാണ് യുവജന സംഘടനകൾ വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ. മറുഭാഗത്ത് എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തലയാണ് കൂടുതൽ ഇത്തരം ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നത്. അദാനി ഗ്രൂപ്പുമായിട്ടുള്ള ഒത്തുകളി, ഇപ്പോൾ കാർബറാണ്ടം ഗ്രൂപ്പ്, എന്തൊക്കെ വിമർശനങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്? ഇവിടെ വൈദ്യുതി മന്ത്രി ഇക്കാര്യങ്ങളോടൊന്നും ഇതുവരെ കാര്യമായ ഒരു പ്രതികരണം നടത്തിയിട്ടുമില്ല. ദിവിഷ, ഈ മണിയാർ പദ്ധതിയുടെ കാലാവധി ഈ കാർബറാണ്ടം ഗ്രൂപ്പിന് നീട്ടി നൽകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതിയാണ് നടക്കുന്നതെന്നാണ് രമേശ് ചെന്നിത്തല ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. 1990-ൽ EK നായനാർ സർക്കാർ അധികാരത്തിലിരുന്ന കാലത്താണ് ഈ ചെറുകിട ജലസേചന വൈദ്യുതി പദ്ധതി നിലവിൽ വന്നത്. തുടർന്ന് 94-ൽ 30 വർഷത്തേക്ക് ഈ കരാർ BOT അടിസ്ഥാനത്തിൽ ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി കാർബറാണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പിന് അനുമതി നൽകുകയാണ് ഉണ്ടായത്. ഇതിൻ്റെ കാലാവധി 2024 ഡിസംബർ 31-ന് അവസാനിക്കേണ്ടതാണ്. പക്ഷേ ആ 31-ന് അവസാനിക്കുകയും ജനുവരി 1 മുതൽ ഈ പദ്ധതി KSEBയുടെ പക്കൽ വരികയും, കാരണം BOT അടിസ്ഥാനത്തിൽ അവർക്ക് ഉള്ള കാലാവധി കഴിഞ്ഞതിന് ശേഷം KSEBക്ക് ഈ പദ്ധതി ഏറ്റെടുത്ത് തുടർ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയിലേക്ക് പോകാനുള്ളതാണ്, അതുകൊണ്ടാണ് ഇടപെടുന്നത്.